ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണനടയിൽ ഇപ്പോൾ സപ്താഹം നടക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. ഞാനും അമ്മയും അർഷിക്കുട്ടനും കൂടെ അന്നദാനം കഴിക്കാനായിട്ട് പോവാം കേട്ടോ. സാധാരണ 12:30 ആകുമ്പോഴാണ് അന്നദാനം തുടങ്ങുന്നത്. ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് ലാബിൽ പോകണമായിരുന്നു. അങ്ങനെ ലാബിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ഇന്ന് രുക്മിണി സ്വയംവരമായിരുന്നു കേട്ടോ. കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കല്യാണ ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് വിപുലമായിട്ടുള്ള സദ്യയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് അതൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം അന്നദാനത്തിന് ക്യൂ ഒക്കെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ രുക്മിണി സ്വയംവരമൊക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ക്യൂ ആയിരുന്നു. പിന്നെ അമ്മയും ആർഷിക്കുട്ടനും കൂടെ മാറി നിൽക്കുക കേട്ടോ ചെയ്തേ. അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ചൂടും പിന്നെ അർഷിക്കുട്ടന് ഒരു പനിയുടെ കോളുണ്ടായിരുന്നു. അങ്ങനെ അവ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അർഷിക്കുട്ടന് ഉറങ്ങാനുള്ള നിർബന്ധമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവനെ ഉറക്കി. എന്നിട്ട് എനിക്ക് അവനെ എണ്ണ കാച്ചണമായിരുന്നു കേട്ടോ. അവനെ തേച്ച് കുളിപ്പിക്കുന്ന എണ്ണ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടേക്കാം കേട്ടോ. എണ്ണ കാച്ചുന്നത് കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ്. പിന്നെ ചായയുടെ സമയമായപ്പോഴത്തേക്ക് ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഉള്ളി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. കുറച്ചധികം സമയത്ത് കരച്ചിലിൻ്റെയും പിഴിച്ചിലിൻ്റെയൊക്കെ ഒടുവിൽ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി അരിഞ്ഞാൽ എന്തായാലും കരയുമല്ലോ. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും. പിന്നെ ആ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഉള്ളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് പൊടിയായിട്ട്, ഇവിടെ മൈദയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി കേട്ടോ യൂസ് ചെയ്തത്. ഗോതമ്പ് പൊടിയും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മുളക് പൊടിയും എല്ലാവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പിന്നെ കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പാൻ വെച്ചിട്ട് പിന്നെ എണ്ണ ചൂടാകുമ്പം അതിനകത്തേക്ക് ചെറിയ ചെറിയ ഉള്ളിവടകൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുന്നത്, അധികം കനമൊന്നും ഇല്ലാതെ കനം കുറച്ച് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഉള്ളിവടയൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്ക് അമ്മ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അർഷിക്കുട്ടൻ്റെ അവസ്ഥ ഏകദേശമൊക്കെ മോശമാവാൻ തുടങ്ങി കേട്ടോ. നന്നായിട്ട് ചൂട് കയറിക്കൊണ്ടിട്ട് ആൾ അവശനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അങ്ങനെ പെട്ടെന്ന് ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഓട്ടോയിലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്കും പോയത്. ഏട്ടൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.